കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അനാർ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കക്ക ഇറച്ചി കൊണ്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ പൊതുവെ കക്ക ഇറച്ചി വെച്ചിട്ട് തോരനും അതുപോലെ കക്ക റോസ്റ്റും എല്ലാം തയ്യാറാക്കാറുണ്ട്. പക്ഷെ നമുക്കെങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ബിരിയാണി തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ നെയ്യ് ഈ പരുവത്തിലിരിക്കുന്നത് ഞാൻ നെയ്യ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ കട്ടയായിട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കാഷ്യൂനട്ടൊന്നും ചേർത്തിട്ടില്ല. പിന്നെ റൈസിൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്ലാക്ക് റൈസിൻസ് ആയതുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു പിടി സവാളയാണ് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിൽ നിന്ന് പുറത്ത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനി ബിരിയാണിയുടെ മസാലയിലേക്കുള്ള സവാളയും ഞാൻ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ എന്താ, ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇതാ ഞാനൊരു 3 സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയൊന്ന് നമുക്ക് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതാണ്. ഇനി ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് ഞാൻ അപ്പുറത്ത് നമ്മുടെ ബിരിയാണിയിലേക്കുള്ള റൈസും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. സാധാ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ അരി വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, വെള്ളത്തിലിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വഴന്ന് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി പാകമാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോൾ ബിരിയാണി തയ്യാറാക്കി എടുക്കുകയാണെങ്കിലും നമ്മൾ വഴറ്റിയെടുക്കുന്ന സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് ദം ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്കിതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി കൂടെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഒരു എരിവ് ഒത്തിരി ഓവറായി പോകുമെന്ന് വെച്ചാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും കറിവേപ്പില ചേർക്കുകയാണെങ്കിൽ അത് നല്ലൊരു സ്മെല്ലും ആ ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ടാകും. പിന്നെ ഞാനിതിലേക്ക് ഒരു 4 തക്കാളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വട്ടത്തിൽ തക്കാളി അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ചോറിൽ നിന്നൊക്കെ പെറുക്കിയെടുത്ത് കളയാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിച്ചപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ കക്ക ബിരിയാണിക്കുള്ള കക്ക നിങ്ങൾ കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എത്ര തന്നെ കഴുകിയാലും അതിൽ നമ്മുടെ പുഴി ഇങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നല്ലവണ്ണം വെള്ളത്തിലിട്ടിട്ട് ഒരുപാട് തവണ ഇങ്ങനെ ഊറ്റി കഴുകിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയിലേക്കും ബീഫ് ബിരിയാണിയിലേക്കൊക്കെ ചേർക്കുന്നത് പോലെ ഒരുപാടെങ്ങും ചേർക്കേണ്ടതില്ല, വളരെ കുറച്ച് തന്നെ മതി. അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇവിടെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. പിന്നെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ ശ്രമിക്കണേ. അപ്പോൾ ഇതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്ത് പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അത് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ആ മഞ്ഞൾപ്പൊടി നമ്മുടെ ഈ നെയ്യിൽ എണ്ണയിലൊക്കെ കിടന്നിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിപ്പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ പൊതുവേ ബിരിയാണിയിലേക്കൊന്നും മല്ലിപ്പൊടി ചേർക്കാറില്ല, പക്ഷേ ഇതിപ്പോൾ കക്ക ഇറച്ചി കൊണ്ടുള്ള ബിരിയാണി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഇനി ഇത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ആ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് പച്ചമണം മാറിയിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കക്കയിറച്ചി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കക്കയിറച്ചി വൃത്തിയാക്കലൊരു റിസ്ക്കുള്ളൊരു ജോലി തന്നെയാണ്. അത് ക്ലീൻ ചെയ്യാനാണെങ്കിലും കഴുകാനാണെങ്കിലും ഒക്കെ ഭയങ്കര റിസ്ക്കാണ്. ഒരുപാട് തവണ ഇങ്ങനെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാനിത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മസാലയുമായിട്ട് നമ്മുടെ കക്കയിറച്ചി നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു ബിരിയാണി ഞാൻ ഇതിനു മുമ്പും ഇവിടെ തയ്യാറാക്കിയിരുന്നു. അന്നൊക്കെ ഇത് നല്ല ടേസ്റ്റ് ആയത് കാരണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്കും കൂടി ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ വെച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ചേർത്ത് കൊടുത്തിരുന്നു, അത് ഇച്ചിരി കുറവായത് കൊണ്ട് ഞാൻ വീണ്ടും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കക്കയിറച്ചിക്ക് ചിക്കൻ വേവുന്ന അത്ര ടൈമൊന്നും എടുക്കേണ്ടതില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അവർ ഇത് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റീമാക്കി എടുത്തിട്ടാണ് നമുക്ക് തരുന്നത്. ആ സമയത്ത് തന്നെ ഇത് ഏകദേശമൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ബിരിയാണിയുടെ ഈ മസാലയൊക്കെ നമ്മുടെ ഈ ഇറച്ചിയിലോട്ട് ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ഏകദേശം മസാലയും നമ്മുടെ കക്ക ഇറച്ചിയും കൂടെ നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ റൈസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൂടോടെ തന്നെ നമ്മൾ ചോറ് ഊറ്റി വെച്ച ആ ചൂടോടെ തന്നെ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ആ റൈസിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് പരത്തിയിട്ട് ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് ക്യാരറ്റും കൂടെ ഗ്രൈറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ കാഷ്യൂ നട്ടും റൈസിൻസും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് ഓണിയൻസും കൂടെ ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് RKGയുടെ നെയ്യ് കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ RKG ചേർക്കുന്ന സമയത്ത് നമ്മളെ ബിരിയാണിക്കൊരു നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്കിതൊരു വാഴയില വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ദമ്മാക്കി എടുക്കണം. അപ്പോൾ വാഴയില തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ തീക്കനൽ വെച്ചിട്ട് അങ്ങനെ ദമ്മാക്കി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാനിപ്പോൾ കനലൊന്നും വെച്ചിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു വാഴയില വെച്ചിട്ടൊന്ന് അടച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇങ്ങനെ ദമ്മാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു 10 മിനിറ്റ് ഇങ്ങനെ ചെറു തീയിൽ വെച്ചിട്ട് നമുക്കൊന്നിങ്ങനെ ദമ്മാക്കി എടുക്കാം. എന്നതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ നന്നായിട്ട് ദമ്മായിട്ട് അതിൻ്റെ അടപ്പ് ഇങ്ങനെ തുറന്നപ്പോഴേക്കും ആ സ്മെല്ലൊക്കെ എൻ്റെ മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറി. അപ്പോൾ ബിരിയാണിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തവി വെച്ചിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ മിക്സാക്കുന്ന സമയത്ത് നമ്മുടെ റൈസ് പൊട്ടിപ്പോകാതെ ചെറുതായിട്ട് അധികം കുഴച്ചെടുക്കാതെ ഒരു സൈഡിൽ നിന്ന് മാത്രം ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഞാൻ പതിയെ നമ്മുടെ ബിരിയാണി എല്ലാം ഇവിടെ ഇങ്ങനെ മിക്സാക്കി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ കക്ക ബിരിയാണി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഇതുവരെയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു കൊച്ചു ഫാമിലിയിൽ അംഗമാവുക. അപ്പോൾ അധികം വൈകാതെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.